ഉയിർവാദനം ഉടൽ ഭേദകം ഇതിൽ പ്രാണവായനം പുസ്തകമാക്കി പകുത്തുതരം എന്നുയിർ അലസവായനക്കിടയാക്കരുതേ പലർ ഉയിർവാദനം ഉടൽ ഭേദകം ഇതിൽ എല്ലാവരും നண்பர்கள் പേരും അതേ പരിപാടിയാണ്. താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഇതൊരു മാഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാം ജീവിതത്തിൽ ഒരു പുസ്തകങ്ങൾ ആകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി. അതായത് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാവരിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പൊന്നമ്മ ചേച്ചിയുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതിനും എങ്ങനെയാണ് ഇവിടെ വരെ എത്തിച്ചേർന്നതെന്നും ഒക്കെയാണ് നമ്മളിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സദസ്സിന് മുന്നിൽ പൊന്നമ്മ ചേച്ചി വന്നിരിക്കുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കണം. ഏതാണ്ട് 19 വർഷത്തെ എന്താ പറയുക പരിചയമുണ്ട് നമ്മുടെ പാചകപ്പുരയിൽ പൊന്നമ്മ ചേച്ചിക്ക്. അത് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒപ്പം ഈ അവസരത്തിൽ പൊന്നമ്മ ചേച്ചി ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് പൊന്നമ്മ രാമൻ എന്നാണ്. ഞാൻ ഇവിടെ എൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അവിടെ ഞാൻ എഴുമറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ, പഠിച്ചതും അവിടെയാണ്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് 77-8 കാലഘട്ടത്തിലാണ് എൻ്റെ വിവാഹം കഴിച്ച് നമ്മുടെ ഈ നാട്ടിലോട്ട് കൊണ്ടുവന്നത്. കല്യാണം കഴിച്ച് ഇവിടെ വന്ന് ഈ ഇവിടുത്തെ പ്രദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1, 2, 3 ഭാഗം കൊണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യങ്ങളല്ല നമ്മുടെ പമ്പാവാലി, മൂലക്കയം, കിസ്മോ എന്ന് പറയുന്നത്. വളരെ വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കിസ്മോം, മൂലക്കയം, പമ്പവാലി എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് എന്നെ വിവാഹം കഴിച്ചുകൊണ്ട് വരുമ്പം നമുക്ക് കണമല വരെയുള്ള ബസ്സേ ഉള്ളായിരുന്നു. അവിടുന്ന് പിന്നെ പാലമൊന്നുമില്ല. ആറ്റിക്കൂടെ വള്ളത്തെ കടന്ന് ഇക്കരെ വന്ന് നമ്മളിപ്പം ഇക്കരെ കയറിയ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഇരിക്കുന്നിടത്ത് നമുക്കൊരു ബെഞ്ചിൻ്റെ വീതി പോലും അറിയാം, ഒരു ബെഞ്ചിൻ്റെ വീതി പോലും ഇല്ലാതെ മാത്രമുള്ളൊരു വഴിയേ ഉള്ളായിരുന്നു. 2 സൈഡും കുറിഞ്ഞിക്കാടും വനവും നിറഞ്ഞ് നിൽക്കുന്ന ഒരു ആന വന്ന് നിന്നാൽ പോലും നമുക്ക് കാണാൻ വയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തോടുകൂടിയാണ് ഈ മൂലക്കയത്തുള്ള ആൾക്കാരൊക്കെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും തീരാത്ത പോലെ കാര്യങ്ങളുണ്ട്. കൊട്ടയാണേലും വാറുമൊക്കെയും ചൂരയൊക്കെ ചുമ്മിക്കൊണ്ട് വന്ന് നടന്ന് മുക്കുട്ടവരെ കൊണ്ട് നടന്ന് വിറ്റ് അങ്ങനെ ദാരിദ്ര്യവും പഞ്ഞവും പട്ടിണി ദാരിദ്ര്യം അനുഭവിച്ചൊരു മേഖലയാണ് നമ്മുടെ അട്ടത്തോട് മൂലക്കയം എന്ന് പറയുന്നത്. ഇവിടെ ഞാനും വന്ന് ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എനിക്ക് നടക്കാൻ ഇതിൽ പറ്റത്തില്ല. ഇന്ന് ഈ വീടുകളോ വഴികളോ ഒന്നുമില്ല. വനവും അങ്ങും ഇങ്ങുമൊക്കെ ഒരു വീടുകൾ മാത്രമേ ഉള്ളായിരുന്നു. ഒരുപാട് ദുരിതം അനുഭവിച്ചൊരു മേഖലയാണ് നമ്മുടെ മൂലക്കയം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനും ഇവിടെ വന്നു ജീവിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തോളം തേടി തിന്ന് കൊണ്ടുപോകുന്നൊരു കാലഘട്ടമായിരുന്നു. ഒരു ഞായറാഴ്ച മുക്കുട്ടറ ഈ കൊട്ടയെല്ലാം കൊണ്ട് വിറ്റ് കാശ് മേടിച്ചുകൊണ്ട് വന്ന് വരുമ്പോഴത്തേക്ക് വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെ ഈ കൊണ്ടുവരുന്ന സാധനം നോക്കിയിരിക്കും. ദിവസങ്ങളോളം വിശന്ന് നോക്കിയിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പറയാൻ ഒരുപാടുണ്ട്. അത് അച്ഛനും അറിയാം എല്ലാ കാര്യങ്ങളും. പിന്നെ എളുപ്പം ചുരുക്കി ഞാനങ്ങ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇന്നിപ്പം അന്ന് വീടെന്നൊക്കെ പറയാൻ ഈറയില കൊണ്ടുള്ള ഒരു വീട് മാത്രമേ ഉള്ളൂ. ഓല കൊണ്ട് പോലും ഇല്ല, ഈറ്റല വീടായിരുന്നു. കട്ടിലില്ല, മെത്തയില്ല, അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും അന്നില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഞാൻ വരുന്നതും ഞാൻ ജീവിച്ചതും. എല്ലാ സാഹചര്യത്തിലും ഇണങ്ങി ഞാൻ ജീവിച്ച് 40-42 വർഷത്തോളമായി ഞാൻ ഇവിടെ വന്നിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അട്ടത്തോട് പോയി ഒരു 10-25 വർഷത്തോളം ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ട് വന്നതിന് ശേഷം ഒരു പിറ്റേ വർഷം അവിടെ പോയി താമസിച്ച്. ഇതിലും
ഭയങ്കര ദുരിതമാണ്. അട്ടത്തൊഴിലിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം പറയാം. അങ്ങനെ പിന്നെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊക്കെ അനുഭവിച്ച് ജീവിച്ച് വരുന്ന ഇപ്പോൾ അട്ടത്തൊഴിൽ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും പാവങ്ങളാണ്. ആരുടെയും വീടുകളിൽ ജോലിക്കാരോ മറ്റ് സമ്പാദ്യങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാം കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. എനിക്ക് പറയാനുള്ളത് എൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ പിന്നെ ഇവിടെ ജോലിക്ക് കയറിയിട്ട് ഞാൻ ആദ്യം ഇവിടെ കയറുമ്പം കഞ്ഞിയും പയറും പിന്നെ അന്ന് ഇവിടെ അടുക്കളയില്ല, മറ്റ് സൗകര്യങ്ങളില്ല. ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച് ഇത്രത്തോളം ഈ നല്ലൊരു നിലയിൽ ഇന്നിപ്പം അടുക്കളയായി, മറ്റുള്ള സൗകര്യങ്ങളായി, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ദൈവം നടത്തുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ പറയാതിരിക്കാത്ത വയ്യ. ഞാൻ കയറി അന്ന് മുതൽ പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെ എവിടെ വെച്ച് കണ്ടാലും ഇപ്പോഴാണ് എന്നെ കഞ്ഞിയമ്മ എല്ലാവരും വിളിക്കുന്നത്. ആ വിളി എന്തുകൊണ്ട്, ആ വിളി എനിക്കിഷ്ടമാണ്. എവിടെ വെച്ച് കണ്ടാലും എന്നോട് സംസാരിക്കുകയും എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ പഠിച്ചവർ, വിവാഹം കഴിച്ചവരുണ്ട്, പിള്ളേരുള്ളവരുണ്ട്. എല്ലാം നല്ല, എനിക്കൊന്നേ പറയുള്ളൂ, സ്നേഹമുള്ള പിള്ളേരാണ്. അതിലുപരി സ്നേഹിക്കുന്ന ടീച്ചർമാരും സാറുമാരും എല്ലാം ഈ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുകയും അതുപോലെ അവർക്ക് സ്നേഹം കൊടുക്കുകയും ചെയ്യുന്ന ഈ കൂട്ടുകാരെ പോലെ തന്നെയാണ് ഇവിടുത്തെ പിള്ളേരും സാറുമാരും. എന്നോടും അതുപോലെ തന്നെ വളരെ സ്നേഹത്തോട് തന്നെയാണ് പിന്നെ കാര്യങ്ങൾ പറയുകയും എടുക്കുകയും കൂട്ടുകാരെ പോലെ എല്ലാം ശ്രദ്ധിക്കുന്നത്. പിള്ളേർക്ക് എന്തെങ്കിലും ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ വീട്ടിനേക്കാൾ ഉത്തരവാദിത്തമായിട്ടാണ് കുഞ്ഞുങ്ങളെ എടുത്തോട്ട് ടീച്ചർമാരാണെങ്കിലും സാറുമാരൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എല്ലാം കഴിഞ്ഞ് വീട്ടുകാരെ വിളിച്ചറിയിക്കുമ്പോഴാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു സ്നേഹമുള്ള സ്കൂളാണ്, അധ്യാപകരാണ്, ടീച്ചർമാരാണ്. കുഞ്ഞുങ്ങളെ എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തുന്നു എടുക്കുന്നു. തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചു. പൊന്നമ്മ ചേച്ചി കഴിഞ്ഞിട്ടില്ല. എന്ത് മനോഹരമായിട്ടാണല്ലേ നമ്മളെടുത്ത കാര്യങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ, കുറച്ചധികം ചോദ്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവിതാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ തയ്യാറാക്കപ്പെട്ട കുട്ടികളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചോദ്യം ചോദിക്കുന്നത് ആരാണ്? അഭിഷേക്, എഴുന്നേറ്റ് നിൽക്കുക. മുന്നോട്ടൊന്ന് കയറി വരാമോ? ജീവിതത്തിലുണ്ടായ വെല്ലുവിളിയെ കുറിച്ച് പറയാം. അനുഭവം ഉണ്ടായിട്ട് എനിക്ക് അങ്ങനെ വലിയൊരു ഇതൊന്നും തോന്നുന്നില്ല. എന്നാലും പിന്നെ ഇപ്പൊ പ്രധാനമായിട്ടുണ്ടായ ഒരു വെല്ലുവിളിയാണ് അഭിഷേക് ഉദ്ദേശിക്കുന്നത്. ശരി, എങ്ങനെയാ അതിനെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് വെല്ലുവിളികളും പിന്നെ പ്രതിസന്ധികളൊക്കെ നേരിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിപ്പോൾ എന്നതാണെന്നുള്ള വ്യക്തമായിട്ട് എനിക്കത് പറയാൻ അറിയത്തില്ല. ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളിലൊക്കെ ഞാൻ പിന്നെ പിടിച്ചു തന്നത്. കാരണം അതിനുപരിയൊക്കെ എനിക്ക് ഏറ്റവും ഞാനൊരു ദൈവത്തെ വിശ്വസിക്കുകയാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ എനിക്ക് നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എനിക്ക് തടസ്സങ്ങളില്ലാതെ കണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നടത്തി സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ പിന്നെ വലിയ പ്രതിസന്ധികൾ എന്നൊക്കെ പറയാൻ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിച്ചായിട്ട് എനിക്ക് ഇല്ല. പിന്നെ അങ്ങനെ ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഒരു മരുന്നോ ഗുളികയോ ഒന്നും ഇപ്പോൾ വരെ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ദൈവം എന്നെ കാത്ത് സൂക്ഷിക്കുന്നു. അല്ലാതെ എനിക്കൊരു പ്രതിസന്ധിയായിട്ട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലൊക്കെ പിന്നെ ഒരുപാട് എൻ്റെ അപ്പന്മാരും അവരൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച ഒരു പിന്നെ സന്തതിയാണ് ഞാനും. അപ്പോൾ ആ കാലത്ത് നമുക്ക് പണിയില്ല, വേലയില്ല, കൂലിയില്ല. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും മറ്റുള്ളവരുടെ പാടത്തൊക്കെ പോയി പണിത് പിന്നെ അവിടുന്ന് കിട്ടുന്ന കൂലി കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ എല്ലാം പിന്നെ വളർത്തിയതും എടുത്തതും ഒരുപാട് ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ 60 വർഷത്തിന് പുറകിലുള്ള കാര്യങ്ങൾ പറഞ്ഞേ. ഞാൻ പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രാവിലെ അമ്മയൊക്കെ പണിക്ക് പോകുന്നു, അല്ലെങ്കിൽ കണ്ടെത്തി പിന്നെ ഞാറ് നടാനോ കൊയ്യാനോ മെതിക്കാനോ ഒക്കെ പോകും. ഞാനും എൻ്റെ അനിയത്തിയും ആങ്ങളമാരെല്ലാം ഞങ്ങളന്ന് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ വിശന്നിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയൊക്കെ പോയി പണി ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് അവിടുന്ന് കിട്ടുന്ന ആഹാരത്തിൻ്റെ ഒരു വീതം കൊണ്ട് ഞങ്ങൾക്ക് തന്നങ്ങനെ കഴിച്ച് ഉള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടുകാരും കൂട്ടുകാരുമായ ബന്ധം നാം എങ്ങനെ സൂക്ഷിക്കണം? അത് ജീവിതത്തിൽ ആവശ്യമാണ്. പിന്നെ സ്വന്തക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ
രക്തത്തിൽ പിറന്ന നമ്മുടെ അപ്പന അമ്മ സഹോദരങ്ങൾ അങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ അവർ ആ ബന്ധവും കൂട്ടുബന്ധവും എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യാസമുണ്ട്. കൂട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ആത്മാർത്ഥതയുള്ള കൂട്ടാണ്. അപ്പോൾ പിന്നെ ആ കൂട്ട് നമുക്ക് എത്രത്തോളം പിന്നെ നല്ല കൂട്ടുമുണ്ട്, കൂട്ടുകൂടാൻ വയ്യാത്ത കൂട്ടുകളുമുണ്ട്. അതുപോലെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം, നമുക്ക് സഹോദരങ്ങളായാലും മറ്റുള്ള എല്ലാ ബന്ധുക്കളായിട്ടും നമുക്കൊരു ബന്ധം പിടിച്ച് നമ്മുടെ തലമുറകളെ സൃഷ്ടിച്ച് അങ്ങനെ ബന്ധം പിടിച്ച് നമ്മൾ ഒരു കൂട്ടായിട്ട് പിന്നെ അവരുമായിട്ട് ഒത്ത് സഹകരിച്ച് പോകുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂട്ടെന്ന് ഒന്നുകൂടെ ഞാൻ പറയുക, കൂട്ടെന്ന് പറയുമ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മൾ നല്ല കൂട്ട് മാത്രം തിരഞ്ഞെടുക്കുക. നല്ല രീതിയിൽ അവരുമായിട്ട് കൂട്ടുകൂടി അല്ലെ പിന്നെ സൗഹൃദങ്ങളോ ഫ്രണ്ട്ഷിപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള കൂട്ടുകളൊക്കെ കൂടി ആ ഒരു ബന്ധം വേറൊരു ബന്ധം പിന്നെ രക്തബന്ധം അല്ലെ മറ്റുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിന് രണ്ടും വ്യത്യാസമുണ്ട്. എന്തോ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ കൂട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവമാണ്. എൻ്റെ ദൈവം തന്നെ എനിക്ക് കൂട്ടും. പിന്നെ എല്ലാവരോടും സ്നേഹം, മക്കളോടെല്ലാം സ്നേഹം, അതുപോലെ തന്നെ എന്നോട് കൊണ്ടെന്നുള്ള വിശ്വാസം. എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാര്യങ്ങൾ നടത്തി ഞാൻ പോലും അറിയാതെ എൻ്റെ കാര്യങ്ങൾ നടത്തുന്ന എൻ്റെ ദൈവമാണ് എൻ്റെ ഏറ്റവും വലിയ കൂട്ടം. തിരിഞ്ഞു നോക്കുമ്പോൾ ചേച്ചി ജീവിച്ചു തീർത്ത അനുഭവങ്ങൾ ചേച്ചിയെ ശക്തനാക്കിയിട്ടുണ്ട്. അത് പല അപകടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു 2000 സാറൊക്കെ വന്ന് കണ്ടതാണ്. ഒരു 22-ലാണോ ഇപ്പോഴൊരു ഏപ്രിൽ മാസമൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് പിന്നെ മഴയില്ലാതെ ഇടി, ഭയങ്കരമായിട്ടുള്ള ഇടി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയില്ലാത്തൊരു ഒരു 22-ലാണെന്ന് എനിക്ക് തോന്നുന്നു, 22-23 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് മരിച്ചു പോയതിന് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ഒരു 3-3:30 ആയപ്പോഴത്തേക്ക് മഴയുണ്ട്, എന്നാൽ മഴയില്ല. ഞാൻ പെരയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ഇടി വെട്ടിയതായിട്ട് എനിക്കറിയാം. പക്ഷേ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഞാൻ നോക്കുമ്പം ഞാൻ ഈ തീക്കകത്തും പുകയുമായിട്ട് ഞാൻ ഈ പെരയ്ക്കകത്ത് നിൽക്കുന്നത്. അന്നേരം ഇടി വെട്ടി ഇങ്ങനെ സംഭവം ഉണ്ടായതാണെന്നുള്ളവരെ എനിക്കറിയത്തില്ല. ആ ഇടി വെട്ടി എങ്ങോട്ടാ ഒന്നും അറിയാൻ വയ്യാത്ത മരച്ചങ്ങ് നിന്നുപോയി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ മീറ്ററും മെയിൻ സ്വിച്ചും ഫ്രിഡ്ജും എല്ലാം പൊട്ടിത്തകർന്നിട്ട് ആ തീനാളത്തിനകത്ത് ആ പുകയ്ക്കകത്ത് തന്നെ ഞാൻ നിന്ന്. പക്ഷേ ഒന്നും ഒരു പോറൽ പോലും എനിക്ക് ഏൽക്കാതെ ദൈവം കാത്തു സൂക്ഷിച്ചെന്നെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഇത്ര വരെയും ഞാൻ ജീവിച്ചിരിക്കുന്നു. എങ്ങനെ മോനെ? ഇപ്പോഴുള്ള കുട്ടികളുടെയും വ്യത്യാസമുണ്ട്. കുട്ടിക്കാലം അല്ലെ ബാല്യകാലം മാത്രം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ രീതിയല്ല അന്നത്തെ രീതി. ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുമ്പം റോഡേ നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പിന്നെ ടീച്ചർമാരോ HM ഒക്കെ വരുന്ന കാണുവാണെങ്കിൽ ഞങ്ങൾ വരുന്ന കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികൾ രണ്ട് സൈഡിലോട്ട് ഞങ്ങൾ ഒതുങ്ങി നിന്നിട്ട് സാറ് വരുമ്പോൾ പിന്നെ ഞങ്ങൾ 2 സൈഡിൽ നിന്നു. എന്നാ ചോദിച്ചാൽ ഇന്നത്തെ പന്ത് കളിയോ മറ്റുള്ള കളിയോ ക്രിക്കറ്റോ ഇതൊന്നുമില്ല അന്നത്തെ കാലത്ത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ കളികൾ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയും കോല് കളിക്കുക, കുഴിപ്പന്ത് കളിക്കുക, വാട്ട് കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതികൾ. പിന്നെ കലാപരമായിട്ടൊക്കെ ഉള്ള പിന്നെ പഴയ കാലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ കാലത്ത്. ഇന്നിപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതല്ല. ഇന്നിപ്പോൾ ലോകം മുഴുവനും അറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾ തിരഞ്ഞെടുക്കുക. എല്ലാ തരത്തിലും കലാപരമായിട്ടും കായികപരമായിട്ടും എല്ലാ രീതിയിലും കുഞ്ഞുങ്ങളെല്ലാവരും ഉന്നത തലയിൽ തന്നെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ചെറുപ്പവും നിങ്ങളുടെ കളികളും കാര്യങ്ങളും എല്ലാ ദേശങ്ങളിലും ഇപ്പോൾ ഈ ക്രിസ്മസ് സ്കൂളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാലത്ത് ഇത് അറിയപ്പെടാതെ കിടന്നൊരു സ്കൂളാണ്, ഒന്നുമില്ല. ഇന്നിപ്പോൾ അതല്ല, ആ സാഹചര്യമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം അറിയുന്ന ഒരു സ്കൂളാണ് കിസ്മ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ പിള്ളേരാന്നേലും എല്ലാവരും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്കൂളിൽ പിന്നെ
പഠിപ്പീരൊന്നും മോശമല്ല, അങ്ങനല്ല ഇങ്ങനല്ല എന്നൊക്കെ പോകുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കുട്ടികളെ ഇങ്ങോട്ട് ചേർക്കാനും പറ്റുകയില്ല. അവർ പിന്നെ നമ്മളെ കളിയാക്കുന്ന രീതി കൂടെ. അപ്പോൾ ഞാൻ അവരോട് മാന്യമായ രീതി കൂടെ ഒക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വ്യക്തികളൊക്കെ പിന്നെ 10ാം ക്ലാസ്സിൽ തോറ്റിട്ടോ 9ൽ തോറ്റിട്ടോ അല്ലെ പ്രസിഡൻ്റൊക്കെ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. ഇന്നിപ്പം ക്രിസ്മസ് സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, ഇത് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെയും ഈ ദേശക്കാരുടെയും സ്വപ്നമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിന് യാതൊരു കോട്ടങ്ങളും വരാതിരിക്കാൻ ഈ നല്ലവരായ നാട്ടുകാരും അധ്യാപകരും സർവ്വമാന ആൾക്കാരും ഇത് പിടിച്ച് നിലനിർത്തിക്കൊണ്ട് ഇത് ഒറ്റ കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഈ സ്കൂൾ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഒരു കാരണവശാലും ചലിക്കുകയില്ല, പോവുകയില്ല, നഷ്ടപ്പെടുകയില്ല. കാരണം അത്ര ദൈവിക ശക്തി, ഒരു സരസ്വതി ദേവിയുടെ അനുഗ്രഹമുള്ളൊരു സ്കൂളാണിത്. ആ സ്കൂള് അതിൻ്റെ ഉൽപ്പാദനം കുറിച്ച നമ്മുടെ താഴെ ആഞ്ഞിലവിടെ അന്ന് കഴിഞ്ഞു പോയ ആൾക്കാർ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് പിന്നെ എല്ലാവരെയും വിളിച്ച് മലയേശ്വരന്മാരെയും വിളിച്ച് ശബരിമല പോകാനെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് നിലത്തിറക്കി കഴിഞ്ഞ് ആ തിരി കളിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരക്ഷരത്തിൽ എഴുതാനായിട്ടൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയ ഒരു സ്കൂളാണ് ഇപ്പോൾ ഈ സ്കൂൾ. ഇപ്പോൾ ഇത്രത്തോളം ഉയർന്നു നിൽക്കുന്നതും പിന്നെ ലോകം മുഴുവൻ അറിഞ്ഞ് ഇപ്പം കിസ്മ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും മതിപ്പും വിലയുള്ളൊരു സ്കൂളാണ് എന്ന് പറയുന്നത്. എന്താ ചെയ്യുന്നത്? ഒഴിവ് സമയങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പ്രത്യേകിച്ചൊന്നും ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്തുവാ വീട്ടിലെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഒരു ദിവസങ്ങളൊക്കെ കഴിച്ചു കൂട്ടുന്നു. പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് പോകുന്നു, എടുക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഒഴിവ്. അല്ലാതെ ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എനിക്ക് പിന്നെ കലാപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഉറക്കെ ചോദിക്കണം, വ്യക്തമായിട്ട്. മൈക്ക് പിടിച്ച് കേൾക്കത്തില്ല. ഈ സ്കൂൾ കാലത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്താണ്? എനിക്ക് അങ്ങനെ ഒന്ന് വേർതിരിച്ച് പറയാൻ പറ്റില്ല. എനിക്ക് കയറിയ നാളൊക്കെ ഒരുപാട് കഷ്ടതയുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് വളരെ സന്തോഷമായി. സ്കൂളും പിള്ളേരും സാർമാരും ടീച്ചർമാരും എല്ലാവരുമായിട്ട് എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം പറയുന്നത്, ഇപ്പോൾ സന്തോഷം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം എനിക്ക് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് വരാനോ ഇങ്ങനെ ഒരു മൈക്ക് പിടിക്കാനോ ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാനോ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടുള്ള അനുഭവം. ആ അനുഭവം എനിക്ക് എന്നെ ഈ വേദിയിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി എന്നെ നമ്മുടെ വിജയ് സാറ് ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ച് എന്നോട് കാര്യങ്ങൾ പറഞ്ഞ് അത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടെന്നൊരു അനുഭവമാണ്. ഇങ്ങനെ ഒരു വേദി ഇരിക്കാനും ഈ മൈക്കിൽ കൂടെ 2 വാക്ക് സംസാരിക്കാനും സാറ് എനിക്ക് ആ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. എനിക്ക് സാറിന് ഒരുപാട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെ ചിന്തിക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനെ എങ്ങനെ വിലയിരുത്തുമെന്ന് പേടിക്കണോ? അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഓക്കെ, അടുത്തയാള്. അതായത് ജീവിതത്തിലെ സ്വപ്നങ്ങളുടെ പിന്തുടരുമ്പോൾ പലപ്പോഴും ജീവിത പ്രതിസന്ധികൾ മൂലം സാധിക്കാറുണ്ടോ? അങ്ങനെയുള്ളൊരു ആഗ്രഹങ്ങളൊന്നും എനിക്ക് ഇല്ല. പിന്നെ അല്ലെ അത് ഇന്ന കാര്യം പിന്നെ സ്വപ്നത്തിൽ പോലെ ഇന്ന കാര്യം സാധിക്കണം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ ജീവിതത്തിൽ പിന്നെ എല്ലാവരുമായിട്ടും നല്ല സ്നേഹവും കടപ്പാടും ഒക്കെ ആയിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ എൻ്റെ ജീവിതം തോറ്റുപോയി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരാജയം സംഭവിച്ചു എന്നുള്ള അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുള്ള എനിക്കൊരു ഓർമ്മയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് ചേച്ചി നമ്മൾ സ്കൂൾ പഠനം കഴിഞ്ഞാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്?
പഠിച്ച് കുട്ടികൾ ഇറങ്ങിയും പിന്നെ അവർ പിന്നെ 2 പിന്നെ മാർച്ച് സ്കൂൾ അടച്ച് 2 മാസം പിള്ളേർ ഇവിടുന്ന് പോയി സ്കൂളെല്ലാം അടച്ച് സന്തോഷമായിട്ടൊക്കെ പോയി കഴിഞ്ഞ് അവർ നല്ല രീതിയിൽ പിന്നെ പിള്ളേരുമായിട്ട് പിന്നെ അവർ പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ച് നല്ല ഉന്നതയിൽ എത്തണം, അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ അവർ എത്തിപ്പിടിക്കണം, അവർ നല്ല ജോലി വാങ്ങണം, എടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത് എല്ലാ കുട്ടികളോടും ചെറുകുട്ടികളോടൊക്കെ ഞാൻ അങ്ങനെ പറയും. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ മാത്രം നിരീക്ഷിച്ചെങ്കിലേ നിങ്ങളുടെ കാര്യത്തിൽ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങൾ ജീവിക്കുക. നിങ്ങളൊക്കെ ഇനിയിപ്പം ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയെന്ന് പറഞ്ഞാലും നിങ്ങൾ പിന്നെ ജോലി കിട്ടി അല്ലെ വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ തലമുറ കഴിഞ്ഞ് നിങ്ങളുടെ സന്തതികൾ പോലും ഈ സ്കൂളിൽ വന്ന് പഠിക്കേണ്ടതായിട്ടുള്ള അവസരങ്ങളൊക്കെയാണ് നിങ്ങൾ ഇനി ഉണ്ടാകേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക, വിദ്യാഭ്യാസം ചെയ്യുക, പഠിക്കുക. നല്ല രീതിയിൽ കൂടെ പിന്നെ ഇത് എന്താവണം ആരാവണം എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഇത് ഞാൻ പഠിച്ച ആരാകണം, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് ഇന്നതാണോ, ഇന്ന ലക്ഷ്യത്തിലെത്തണം എന്നൊക്കെ നിങ്ങൾക്കാണ് അത് ഉള്ളത്. അതിനിപ്പം പിന്നെ ഞാനായിട്ട് പ്രത്യേകിച്ച് തന്നെ പറയാനാണ്, നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ നല്ലപോലെ പഠിക്കുക, പഠിച്ച് ജോലി വാങ്ങുക, ജീവിക്കുക, വീട്ടുകാരെയും കുടുംബം എല്ലാവരെയും സംരക്ഷിക്കുക, നാടിനും ദേശത്തിനൊക്കെ നല്ല പ്രസ്ഥാനത്തിനൊക്കെ നല്ല ഒരു മുതൽക്കോട്ടായി നിങ്ങളൊക്കെ വളരുക. അയ്യോ അത് ഓർക്കാൻ പോലും വയ്യ. അത് എൻ്റെ ജീവിതത്തിൽ സാർ അങ്ങനെ ഒരു ദൈവമേ, സാറിനെയൊക്കെ വളരെയേറെ ഞാൻ ബഹുമാനിക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ സാറ് തിയേറ്ററിൽ അല്ല ഇന്നലെ പോകുന്നപ്പോൾ ഞാൻ ഊണ് കഴിച്ചേച്ച് സാർ എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്നവരോട്ട് കുട്ടികളോടൊന്ന് പോകണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു, പോകാൻ പോരാന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞ് പിന്നെ ഇവിടെയും ചോറ് കൊടുത്ത് അവിടെയും ചോറ് കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഞാൻ ഓടിപ്പോയി. ഒരു വകയും കഴിക്കാത്ത അനുഭവം തന്നെയാണ്. പെട്ടെന്ന് പോയി ചെന്ന് ഞങ്ങൾ മുണ്ടക്കയത്ത് പോയി. അതിനത് വിശന്നിരുന്ന ഞാൻ ശരി ഞങ്ങൾ പോയി ഹോട്ടലിൽ ചോറുണ്ടോ. അപ്പോഴത്തെ സാറൊക്കെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബാഹുബലി കാണാണ്ട് കയറി. അത് എൻ്റെ മനസ്സിലെന്നും ആ ഒരു ചിത്രം നിൽക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമായ സിനിമയാണ്, നല്ലതാണ്. ഈ അവസരം വന്ന് സാറ് വിളിച്ചാൽ ഇവരോടൊപ്പം ഞാൻ പോകും. നല്ല സിനിമയാണ്, നിങ്ങളും പോയി. ഇനി കണ്ടില്ലേ, നിങ്ങൾ സാറിനെ പറഞ്ഞാൽ മതി, സാറ് കൊണ്ട് കാണിക്കും. നല്ല സന്തോഷമായ സിനിമ. ഒരു ചേച്ചി ഒന്ന് ചോദിച്ചോട്ടെ, ഇനിയും ഇങ്ങനെ എന്തെങ്കിലും സ്വപ്നം ബാക്കി കിടപ്പുണ്ടോ? എന്തെങ്കിലും ഒരു ആഗ്രഹം? ഇല്ല, ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമുള്ള വ്യക്തിയല്ല ഞാൻ. ഒന്നിനോടും എനിക്ക് ആഗ്രഹമുള്ളതല്ല, സത്യമാണത്. ഒരാഗ്രഹം എനിക്കില്ല. ഇനി ആർക്കെങ്കിലും ഓ പുഴയുന്ന ചോദ്യം ഒന്നും ചോദിക്കല്ലേ, അറിയാവുന്ന കേട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ലില്ല എൻ്റെ കല്യാണം വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് അതിനോട് താല്പര്യമില്ല. കല്യാണം എൻ്റെ ഭർത്താവ് മരിച്ചു കൊണ്ട് ഇപ്പോൾ 6ാമത്തെ വർഷമാണ്. ഞാൻ അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു മോനുണ്ട്, മക്കളായിട്ട് ഒരു മോനേ ഉള്ളൂ. അവൻ വിവാഹം കഴിച്ചിരിക്കുന്ന എറണാകുളത്തു നിന്നാണ്. അവനൊരു മോനുണ്ട്. അവന് 2018 ബൈക്ക് അവിടെ ഉണ്ടായി, കാലിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അവരവിടെ താമസിക്കുന്ന ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരും, ഞാനങ്ങോട്ട് പോകും. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും വിവാഹത്തിനോടൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. എന്താ ഞാനത് വേറെ ദിവസം സംഭവങ്ങൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം ചേച്ചി പ്രവർത്തകരായി ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികളാണ്, അവര് എന്തെങ്കിലും കുസൃതി കാണിക്കും. അപ്പം ഇവരൊന്ന് വഴക്ക് പറയണം എന്ന് തോന്നില്ല. അല്ലേ വേണ്ട, ഇപ്പൊ ഞാനീ വഴക്ക് പറഞ്ഞാൽ എനിക്കിപ്പം പ്രശ്നമാവുമോ എന്നൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളൊന്ന് തോന്നി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തോന്നി കഴിയുമ്പോഴത്തേക്ക് ഇവരെ കാണിക്കുന്ന കുസൃതി കാണുമ്പോൾ വഴക്ക് പറയാൻ തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ അയ്യോ ഇത് ഞാനെന്റെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് പോകുന്നത് അത് മാറിയിട്ടുണ്ട്. തരുന്ന സ്നേഹമോ കയ്യേറി കാണുമ്പോൾ ഇനി ചേച്ചി വഴക്ക് മാറിയോ അങ്ങനത്തെ ഒരു കണ്ടു? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ
പിന്നെ വഴക്ക് പറയുകയും ചെയ്യും. പിന്നെ കാരണം അങ്ങനെ ഒരു ബന്ധമായി പിള്ളേരും ഞാനുമായിട്ടുള്ളൊരു ബന്ധം അങ്ങനെയാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ചില കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ വഴക്ക് പറയും, ചിലപ്പോൾ വലിയ പിള്ളേരോടൊക്കെ പറയണം അതല്ലേ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തതൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അവർക്ക് അത് വേറെ രീതിയിൽ ഉൾക്കൊള്ളുകയില്ല. അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറയുന്നുള്ളൊരു രീതിയാണ് എനിക്കുള്ളത്. കുഞ്ഞു മക്കളൊക്കെയാണ് ചിലപ്പോൾ ഓടി വീടും എടുത്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ കുഞ്ഞടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, കുഞ്ഞുങ്ങൾക്കും തോന്നിയിട്ടില്ല. പിന്നെ അട്ടത്തോടിൽ നിന്ന് വരുന്ന പിള്ളേർ പറഞ്ഞാലും അവിടെ എനിക്ക് ഒരു 10-25 വർഷത്തെ പിന്നെ പരിചയവും ഞാൻ അറിയുന്ന അവരുടെ മക്കളൊക്കെയാണ് ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ ഇന്ന് വരെ തിരിച്ച് എന്നോട് ഒരു കുഞ്ഞുങ്ങളും ഇന്ന് പഠിച്ചിറങ്ങി എത്ര പിള്ളേർ പോയിട്ട് അത്രയും പിള്ളേർ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അമ്മ അല്ല ചേച്ചി അങ്ങനെയുള്ള വിളിയേ ഉള്ളൂ. കുഞ്ഞുങ്ങളാണെങ്കിലും എനിക്ക് ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ഇഷ്ടമെന്ന് പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞ് പറയുന്നില്ല. അവർക്ക് വന്ന ഉടനെ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കഞ്ഞമ്മേ ഇന്നെന്തുവാ കറി, അതാണ് ആദ്യം ചോദിക്കുന്നത്. എന്തുവാ ഇന്ന് കറി? അവർക്കത് അറിഞ്ഞു കഴിഞ്ഞേ പോകുള്ളൂ. പിന്നെ 1 തൊട്ട് 2, 3, 4, 5 കിലോ പിള്ളേരെല്ലാം അവർക്ക് ആ ഒരു കാര്യം അറിഞ്ഞാൽ മതി. ഞാൻ പറയും ഇന്നതായത് അവർക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്, കടലയും ഉണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഞാൻ പറയും ഒന്നുമില്ല, നിങ്ങൾക്ക് മുളക് അരച്ച് നിങ്ങൾക്ക് തരുന്നു പറഞ്ഞു. അയ്യോ എന്നാലും വേണ്ടുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും. വളരെ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ, ഒന്നും പറഞ്ഞാൽ പ്രതികരിക്കാത്ത കുഞ്ഞുങ്ങൾ. അവർക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുഞ്ഞു മക്കളാണ് അവരൊക്കെ, അത്രയധികം സ്നേഹിക്കുന്ന മക്കളാണ്. അവരിൽ നിന്നും എനിക്കും ഉണ്ടായിട്ടില്ല, എന്നിൽ നിന്നും അവർക്കും ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ സ്കൂളിൽ പിന്നെ സമയത്ത് തനിയും പലതൊക്കെ കഴിച്ചിട്ടുണ്ട്. ആ തനിയും പലതും ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നീട് ഒരിക്കലും ആ ഒരു ടേസ്റ്റ് ഞാൻ പിന്നെ തനിയും പലതും കഴിച്ചിട്ടില്ല. തലനാട് കഴിച്ചിട്ടുണ്ടാക്കി നമുക്ക് ആ രുചി കിട്ടാറില്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്നു. പിന്നീടാണ് മനസ്സിലാകുന്നത് അവർ ചെറുപ്പത്തിൽ ഈ തനിയും പലതും ഓടി ഒഴിക്കുമ്പോൾ അവരുടെ സ്നേഹം കൂടെ കൂടിയതല്ല. അതുകൊണ്ടാണ് തന്നെ ഇവിടെ ആണെങ്കിലും പിള്ളേർ കഴിയുമ്പോൾ ഒരു തവണ കഴിച്ചിട്ട് വീണ്ടും വന്ന് നമ്മുടെ ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചോറ്, പക്ഷെ നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ കുഞ്ഞുങ്ങൾ വിശന്ന് വരുമ്പോൾ പാത്രമായിട്ട് അവിടെ വന്നിട്ട് ചോറ് വാങ്ങി കഴിക്കും. അവർക്കത് ഞാൻ ചോദിക്കുമ്പോൾ കന്യമായിട്ട് ഒരു കുഴപ്പമില്ലാന്ന് രീതിയിലാണ് പറയുന്നത്. അത്രയ്ക്കും സ്നേഹമാണ് കന്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇന്നവിടെ മീൻകറി വെച്ചപ്പോൾ ആ മീൻകറികളാണ് എനിക്ക് പത്രത്തിൽ അടുത്തിരുന്ന് കൊതികൊന്നു പോയി. ഞാൻ ടീച്ചർമാരെ വിളിച്ചിട്ട് സാറ് പറഞ്ഞ് എനിക്ക് മീൻകറി കൊണ്ട് തന്നു. അപ്പോൾ എനിക്കൊന്നും ചോദിക്കാൻ കൈപ്പുണ്യത്തിൽ രഹസ്യം എന്താ? ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളല്ല ഈ ഫോണിനകത്തൊക്കെ നോക്കിയൊക്കെ കറികൾ ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. ഞാൻ എൻ്റെ മനസ്സിന് തൃപ്തിയാകുന്ന കറി ഞാൻ അങ്ങ് ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത് നല്ലതാണോ അഴുക്കാടുന്ന കഴിക്കുന്നവർക്കും കൂട്ടുന്നവർക്കും അറിയത്തുള്ളൂ. കന്യമ്മ സാരിയുടെ സുന്ദരിയായിട്ട് ഞങ്ങളോട് ആദ്യം പറഞ്ഞ ഡയലോഗ്, എന്റെ സംഗീതോ കല്ലിരിക്കുന്ന മാതിരി തോന്നി, സാർ എന്ത് ഓഫീസിലെ പേടിയാവും. പക്ഷെ ഇവിടെ ഇരുന്ന് സംസാരം തുടങ്ങിയ ആൾക്ക് പേടിയുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? സാറിന്റെ ഒരു പേരുണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ ഗ്രൂപ്പിലെ രാജാവിലിരിക്കുമ്പോൾ ആ ആള് രാജാവ് തന്നെയല്ലേ? പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് പറയാനുള്ളത്. സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏറ്റവും വലിയ കൂട്ടേതാണ്? അപ്പം കന്യമ്മ പറഞ്ഞ പേരെന്താണ്? ദൈവമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കൂട്ടേ ഞാൻ തന്നെയാണ് എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ അടുത്ത ഡയലോഗാണ് എന്താ? എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വലിയ കൂട്ട് നമ്മൾ തന്നെയാണ്. നമ്മൾ കൂട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. നമ്മൾ മറ്റൊരു വ്യക്തിയിൽ നമ്മുടെ സ്നേഹമോ നമ്മുടെ സന്തോഷമോ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? വിഷമങ്ങളും നിരാശകളും ഉണ്ടാകുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കന്യമ്മ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്തതിൽ സാറിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും സന്തോഷമായില്ലേ? അതായത് ഞാൻ മുന്നേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം പുസ്തകങ്ങളാണ്, പുസ്തകത്താളുകളാണ്. അതിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇരുന്ന് കാണുന്ന ഇൻഫർമേഷൻ ഫ്ലഡ് പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരാണ് എല്ലാവരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആരെ കിട്ടിയാലും അവരോട് എന്താ പറയുക, അവരിൽ നിന്ന് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. അതാണ് ഹ്യൂമൻ ലൈബ്രറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ. ഒരു മനുഷ്യൻ ഒരു വായനശാലയായി മാറുകയാണ്. മനസ്സിലായോ? അപ്പോൾ അത് പറയട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഞാൻ ഓർക്കുകയാണ്, നമ്മൾ
പേഴ്സണലി ഞാൻ എന്താ പറയുക, നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്ന പരിപാടി കൂടിയിട്ടുണ്ട്, കേന്ദ്രമന്ത്രി ഇരിക്കുന്ന പരിപാടി കൂടിയിട്ടുണ്ട്, കളക്ടർ ഇരിക്കുന്ന പരിപാടി കൂടിയിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര പരിപാടികളല്ലേ നമ്മൾ കൂടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും അഭിമാനം തോന്നിയ മറ്റൊരു പരിപാടി ഇല്ല. നമ്മുടെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിയെ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം എന്നതിലുപരി പൊന്നമ്മ ചേച്ചിയുടെ ഈ എന്താ പറയുക, ആ പുസ്തകത്തിനെ വായിക്കാൻ മാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മാഷിന് ഒരുപാട് 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 നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം പൊന്നമ്മ ചേച്ചി വളരെ നന്നായി സംസാരിച്ചു. എന്താ പറയുക, നമുക്കൊക്കെ കേട്ടിരിക്കും, ഞങ്ങളുടെ കണ്ണ് നനയിക്കുന്ന പോലെയാണ് സംസാരിച്ചത്. ഇനി സമയം കിട്ടുമ്പോൾ നിങ്ങൾ പോയി പേഴ്സണലി കാണുക, സംസാരിക്കുക.